പുതുവർഷത്തിൽ നൂതന സംരംഭങ്ങളും സാമ്പത്തിക ആനുകൂല്യവുമായി ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രി. ആലത്തിയൂർ ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയിൽ പുതുതായി ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം 2024 ജനുവരി 1 രാവിലെ 10 മണിക്ക് നടക്കും. 6 ബെഡുകളടക്കം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതുമായ ഡയാലിസിസ് യൂണിറ്റിലെ 3 ബെഡുകൾ സംഭാവനയായി ലഭിച്ചു. ആശുപത്രി ഡയറക്ടർ കൂടിയായ PT നാരായണനും കുടുംബവും അവരുടെ അമ്മയായ അമ്മുണ്ണിയമ്മയുടെ പേരിലാണ് 7,57,120 രൂപ വിലയുള്ള മെഷീൻ സംഭാവനയായി നൽകിയത്. തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കും കണ്ട്രാവളപ്പിൽ റുഖിയയും സൈനുദ്ദീൻ ബാവഹാജിയും ചേർന്നാണ് ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഡയാലിസിസിനുള്ള ബുക്കിംഗ് പൂർണ്ണമായിട്ടുണ്ട്. ജനുവരി 14 മുതലാണ് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുക. മെഡിസെപ്, കാസ്പ്, മറ്റ് ആരോഗ്യ ഇൻഷുറൻസുകൾ ഉള്ളവർക്ക് സൌജന്യമാണ്. മറ്റു രോഗികൾക്ക് 1,050 രൂപയാണ് ചാർജ്. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന ഡയാലിസിസ് രോഗികൾക്ക് വർഷത്തിൽ 1,050 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ സംഭാവന സ്വീകരിച്ച് യുവേഴ്സ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് എയ്ഡ് യൂണിറ്റും ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ സഹായത്തോടെ 7,35,00,000 ഡയാലിസിസ് പ്രോജക്ടിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഡയാലിസിസ് മെഷീനുകൾ സംഭാവനയായി സ്വീകരിക്കുന്നുമുണ്ട്. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റുമായി ആരംഭിക്കുന്ന ജനറൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം 2024 ജനുവരി 4 രാവിലെ 10 മണിക്ക് നടക്കും. വിപുലീകരിച്ച പൾമനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന ക്യാമ്പ് 2024 ജനുവരി 3 ആരംഭിക്കും. 2 ഡോക്ടർമാരുടെ സേവനവും പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റും ബ്രോങ്കോസ്കോപ്പി മെഷീൻ ഉൾപ്പെടെയുള്ള സേവനങ്ങളും ലഭ്യമാണ്. 2024 ജനുവരി 1 മുതൽ ഓഹരി ഉടമകൾക്ക് 1,00,000-ന് 2.5 ദിവസത്തെ റൂം വാടകയായ 500 രൂപ വീതം വിതരണം ചെയ്തു തുടങ്ങും. ദുർബല ജനവിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, പരിമിത വേതനക്കാർ തുടങ്ങിയവർക്കായി 30,000 രൂപയുടെ 1000 ഷെയറുകൾ വിതരണം ചെയ്യും. 10,000 രൂപയുടെ ചികിത്സ ഓരോരുത്തർക്കോ മറ്റു 2 പേരുടെ സമ്മതത്തോടെ ഒരാൾക്ക് മാത്രമായോ 6 മാസശേഷം ചികിത്സാ സഹായം ലഭിക്കും. 3 വർഷം ചികിത്സാ സഹായമൊന്നും കൈപ്പറ്റാത്തവർക്ക് 33,000 രൂപ തിരിച്ചു ചെയ്യുന്ന സ്കീമാണ് ഡിപ്പാർട്ട്മെന്റിന് അനുവാദം കിട്ടുന്ന മുറക്ക് നടപ്പായി തുടങ്ങുക. NCDCയുടെ 200 കോടി രൂപയുടെ പ്രോജക്ടിന്റെ പ്രവർത്തനവും പുരോഗമിക്കുന്നുണ്ട്. 2024 മാർച്ച് മാസത്തോടെ CT സ്കാൻ ആരംഭിക്കും. ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ നീണ്ടു നിൽക്കുന്ന ഷെയർ ക്യാമ്പയിനും ജനുവരി 1 തുടക്കമാകും. പുതിയ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ജനുവരി 11 വിപുലീകരിച്ച ക്യാന്റീനും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പും പ്രവർത്തനം ആരംഭിക്കും. IMCH യുവേഴ്സ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 14 മുതൽ ആലത്തിയൂർ MET ഗ്രൌണ്ടിൽ നടക്കും. പരിസര ആശുപത്രികൾക്ക് സർജിക്കൽ ഉപകരണങ്ങൾ സ്റ്റെറൈൽ ചെയ്തു കൊടുക്കാൻ വിപുലീകരിച്ച CSSD വിഭാഗം ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗൈനക്കോളജി വിഭാഗത്തിൽ പാക്കേജുകൾ നടപ്പിലാക്കി വരുന്നു. കാസ്പ്, മെഡിസെപ്, മറ്റ് ഇൻഷുറൻസ് ഉള്ളവർക്ക് അല്ലാത്തവർക്കും 19,999 രൂപയ്ക്കും സിസേറിയൻ 29,999 രൂപയും മാത്രമാണ് ഈടാക്കുക. ഗൈനക് വിഭാഗത്തിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളും നടത്തിവരുന്നു. മെഡിസെപ്പിനും കാസ്പിനും പുറമെ 42 ഇൻഷുറൻസ് കമ്പനികളുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമാണ്. ചികിത്സയ്ക്ക് EMI സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട്. ആശുപത്രി ചെയർമാൻ A. ശിവദാസൻ, മാനേജിംഗ് ഡയറക്ടർ ഷുഐബ് അലി, ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ PT നാരായണൻ, P. ഇന്ദിര, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ N. ഷംസുദ്ദീൻ, ഡോക്ടർ സ്റ്റാറ്റലിഷ് എന്നിവർ പങ്കെടുത്തു.